ഹലോ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ പറയും. ഇത് ഞാൻ വീട്ടിൽ കഴുകി റെഡിയാക്കി പൊടിച്ചെടുത്ത പൊടിയാണ്. പച്ചരിയും കുറച്ച് മട്ടപ്പച്ചരിയും കൂടെ ചേർത്തിട്ട്, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് മരത്തിൻ്റെ സേവനാഴിയിലാണ്. അപ്പോൾ അതിന് നൂല് കുറച്ച് ചെറിയ നൂലുകളായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ വാഴയിലയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുറച്ചെണ്ണം തേങ്ങ ഇട്ടിട്ടും കുറച്ച് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാമല്ലോ ഇഷ്ടമുള്ളത്. അപ്പോൾ രണ്ടിലും ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. വാഴയില ഉള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. രണ്ട് രീതിയിലും ഞാൻ ഉണ്ടാക്കിയെടുത്തു. തേങ്ങ ഇട്ടതുമായി ഇല്ലാത്തതുമായി. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തേത് വാഴയിലയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അതും പിന്നെ നമ്മുടെ ഈ മരത്തിൻ്റെ സേവനാഴിയിലും കൂടെ ആയതുകൊണ്ട് നല്ല പിന്നെ പൊടിയുടെ വ്യത്യാസമുണ്ട്. മട്ടപ്പച്ചരിയും കൂടി ഇട്ടപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വാഴയിലയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന് ഞാനൊന്ന് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രീൻ പീസ് കുറുമയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ